നമ്മളിന്നുള്ളത് ബാങ്കോക്കിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള ക്ലോങ് തോയ് മാർക്കറ്റിലാണ്. ഇന്നിവിടെ നമ്മുടെ നാട്ടിലെ കപ്പ ഇവിടെ കിട്ടും. അതായത് ബാങ്കോക്കിൽ നമുക്ക് കപ്പ കിട്ടുന്ന ആകെ ഒരേ ഒരു മാർക്കറ്റേ ഉള്ളൂ. മീൻസ് ബാങ്കോക്ക് സെൻട്രലിൽ നമ്മൾ ഇവിടെ കപ്പ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കപ്പ തപ്പാൻ വേണ്ടി വന്നതാണ്. ഇത് ഭയങ്കര വലിയ മാർക്കറ്റാണ്. നമ്മൾ ജസ്റ്റ് ഒരു എൻട്രൻസിനകത്തേക്ക് കയറിയിട്ടേ ഉള്ളൂ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾ ജസ്റ്റ് മാർക്കറ്റിന്റെ ഫുൾ കാഴ്ചകൾ കാണിച്ചു തരാം, പിന്നെ കപ്പ കിട്ടുമെന്ന് നോക്കാം. ഞങ്ങൾ മാർക്കറ്റിനകത്ത് കയറിയപ്പോൾ തന്നെ പല സ്റ്റോളുകളുണ്ട്, ഫ്രൂട്ട്സ് അങ്ങനെ ഓരോ സ്റ്റോളുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടാണ്. നമ്മുടെ ഉണക്കമീനാണ് ഇത്. ഉണക്കമീനിൻ്റെ സ്റ്റാളാണ് അത്. പല വെറൈറ്റി മീനുകളാണ് ഇതിരിക്കണം മുഴുവൻ. നമ്മളിത് കൂന്തലാണോ? പല വെറൈറ്റി നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഐറ്റംസ് ആണ് കൂടുതലും. ഇതൊക്കെ എന്ത് മീനാണ്? മീനാണത്. മീനിന്റെ എന്തോ എള്ളൊക്കെ ഇട്ട് വെച്ചിട്ട് ഫുള്ള് പല ടൈപ്പ് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അവര്. എന്താ? ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമല്ലേ? നമ്മുടെ നാട്ടിൽ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന ടൈപ്പ് പൊരി, കുറെ ടൈപ്പ് ബിസ്ക്കറ്റും ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഇവിടെ മാർക്കറ്റിലാണ് ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ലോക്കൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെല്ലി അത്യാവശ്യം ചീപ്പാണ്. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി പല ടൈപ്പ് പല ഷേപ്പിലുള്ള ജെല്ലി സ്വീറ്റ്സ് ഒക്കെ. ഇതിവിടെ ഭയങ്കര ഫേമസ് മാർക്കറ്റാണ്. ഇതേ നമ്മുടെ ഫേമസ്. ഇതിൻ്റെ അകത്ത് ഇനി കപ്പ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് എവിടെ ഉണ്ട് കപ്പ? നമ്മുടെ ഫ്രണ്ട് ഇവിടെയുള്ള പണ്ടോട്ടുള്ള മലയാളീസ് നമുക്ക് ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തപ്പിയെടുക്കണം. ഇനി അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പം അതിന് മുമ്പ് ഇവിടെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. ഫുള്ള് ഫിഷിൻ്റെയും അതുപോലെ തന്നെ മീറ്റ് പല ടൈപ്പ് എല്ലാത്തിൻ്റെയും മാർക്കറ്റിലൂടെയാണിത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ശരിക്കും രാവിലെ വരണം ഇവിടെ. അപ്പം ഈ ടൈമിൽ ഞങ്ങളിപ്പം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഈ ടൈമിൽ കപ്പ കാണുമെന്ന് അറിയില്ല, നോക്കണം. ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. 25 ബാട്ട് കൊടുത്താൽ കിട്ടുന്നത്. പിടിച്ച് മാന്തു കേട്ടോ. ഇവരിതിൻ്റെ അകത്തൂടെ തന്നെ വണ്ടിയും സ്കൂട്ടറും ഇതെല്ലാം കൊണ്ടുപോകും. അത് വലിയ ഗ്യാസ് സ്പേസ് ഒന്നും ഇല്ല, പക്ഷെ അതിനകത്തോടെ ഇവരിങ്ങനെ വണ്ടിയെല്ലാം കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ ഉഴുന്നുവട പോലെ വേണ്ടി വേണ്ടിയിട്ട് ഇത് നമ്മുടെ സമൂസയാണ്. എന്തൊക്കെയോ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കോ കേട്ടോ. എവിടെയും വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ വേറെ. ഫ്രൂട്ട്സ് ഇതിനെന്തോ പനിനീർച്ചാമ്പയല്ലേ ഇത്? പക്ഷേ ഇവിടുത്തെ ചാമ്പയ്ക്ക് നല്ല ടേസ്റ്റ്. ഇത് എനിക്ക് എല്ലാം 20 ബാട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു 50 രൂപ വരും ഈ വെച്ചേക്കുന്ന ഐറ്റംസിനൊക്കെ. നമുക്ക് ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരു റേറ്റ് നോക്കാം. ഇത് ഓറഞ്ച് 30 ബാട്ട്, എല്ലാം ഇൻറ്റു 2.5 നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് അറിയാൻ വേണ്ടി. അവക്കാഡോ 70, അങ്ങനെ ഫ്രൂട്ട്സിന്റെ ഒക്കെ റേറ്റ്. ഡ്രാഗൺ ഫ്രൂട്ട് 60. ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടാണ്, എല്ലായിടത്തും കാണാം. സ്ട്രോബെറി കണ്ടിട്ടൊരു ഭംഗിയില്ലാത്ത സ്ട്രോബെറി ആണല്ലോ. 120 ബാട്ട്, ഓൾമോസ്റ്റ് 300 റുപ്പീസ് വരും. ആപ്പിളൊക്കെ ഇതൊക്കെ പെർ പീസിന്റെ റേറ്റ് ആണ്. 15 എന്ന് പറഞ്ഞേക്കുന്ന ഒരു ആപ്പിളിന്റെ റേറ്റ് ആണ്. 15, 16, 18, 20 അതൊക്കെ. കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരം. പപ്പായ 35, മാമ്പഴം 45. ഇവിടത്തെ വെച്ച് നോക്കുമ്പോ വലിയ റേറ്റ് ഒന്നും ഇല്ല. കുലുക്കി സർബത്താണ്.
ഇത് ഇവിടെ തൊട്ട് അങ്ങോട്ട് ഫുള്ള് ഇറച്ചി മീനിന്റെ ഒക്കെ സെക്ഷനാണ്. ലൈവായിട്ട് കോഴി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് വേണമെങ്കിൽ കിട്ടും, അതല്ലാതെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും, കട്ട് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ കിട്ടും. ചിക്കൻ ഇവിടെ ശരിക്കും പൊതുവെ വിലക്കുറവാട്ടോ. വൃത്തിക്കുറവൊന്നുമില്ല, ഇത്രയും തിരക്കുള്ള ഭയങ്കര തിരക്കുള്ള മാർക്കറ്റാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വൃത്തിക്കുറവൊന്നുമില്ല. ഇവരെപ്പോഴും ക്ലീൻ ചെയ്യുന്നു. സ്മെല്ലൊന്നുമില്ല. കോഴി ലൈവായിട്ട് നാടൻ കോഴി അല്ലാത്ത കോഴി എല്ലാം ടൈപ്പും കിട്ടുന്നു ഇവിടെ. അവിടെ താറാവെന്ന് തോന്നുന്നു, അതിനെ ചെക്ക് ചെയ്ത് തൊലി കഴിച്ചതാണ്. ഇവിടെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. താറാവുണ്ട്, നമ്മുടെ നാടൻ കോഴി, കോഴീനെ ഇവിടെ കെട്ടിയിട്ട് ഫുള്ളൊരു വെള്ളം ഒഴിച്ച് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടെല്ലാം അത്യാവശ്യം ക്ലീനൊക്കെയാണ്. ഫിഷ് ലൈവട്ടെ, എല്ലാം ജീവനുള്ള മീനൊക്കെയാണ്. എല്ലാം തീരാറായി. നമ്മളിപ്പം ഇന്ന് ഓൾമോസ്റ്റ് ഈവനിങ് 4:30 ആയി ടൈം. അതുകൊണ്ട് എല്ലാം തന്നെ തീരാറായിട്ടുണ്ട്. മീനൊക്കെ ആണെങ്കിൽ എല്ലാം ലാസ്റ്റ് പോർഷൻ ആയിരിക്കുന്നത്. രാവിലെ വരുവായിരുന്നെങ്കിൽ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന കാണായിരുന്നു. അതെ, ഞണ്ട്. ഇത് മറ്റേ പപ്പായ സാലഡിലൊക്കെ ഇടുന്ന ടൈപ്പ് ഞണ്ടാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടല്ല, വലിയ ഫ്ലഷ് ഇല്ലാത്ത ടൈപ്പ് ഞണ്ട്. എന്തോ ഇലയാട്ടോ, എന്താ എനിക്ക് മനസ്സിലായില്ല. ഇതൊരു ഇല പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇവർ സൂപ്പിലൊക്കെ ഇടുന്ന ടൈപ്പ് ഇലയാന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കാണ്. ഇതുകൊണ്ടോ എല്ലാവരും, എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ക്ലോസിങ് ഓൾമോസ്റ്റ് ടൈമായെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഫുള്ള് മൂവ്മെന്റ് ആണ്. നോക്കിയിട്ടുണ്ട്, എല്ലാവരും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ശരിക്കും ബാങ്കോക്കിന്റെ ഒരു കുറെ ഏക്കർ സ്ഥലത്ത് കിടക്കുകയാണ് ഈ മാർക്കറ്റ്. നമുക്ക് ഫുള്ളൊന്ന് കണ്ടു തീർക്കാൻ പോലും ടൈം കിട്ടത്തില്ല. അത്രയും നമുക്ക് ഇനി എനിക്കറിയില്ല. അത് പുള്ളി പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇവിടുന്ന് റൈറ്റ് അങ്ങോട്ടാ പോകണ്ട്. ചെന്നിട്ട് ഇനി കപ്പ കിട്ടിയില്ലെങ്കിൽ വെറുതെ ആവും. നോക്കാൻ കിട്ടുമെന്ന്. ഇത് ഫുള്ള് ഇറച്ചിയുടെ സെക്ഷനാണ് കേട്ടോ. പോർക്കാണ് ഈ കാണുന്നത് മുഴുവൻ. ഇവർക്കിവിടെ തായ്ലാൻഡിൽ പോർക്ക് ഭയങ്കര ഫേമസ് ആണ്. ഇവർ ഭയങ്കരമായിട്ട് പോർക്ക് കഴിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എവിടെ ചെന്നാലും ഇപ്പോൾ ബീഫ് ഇവിടെ അങ്ങനെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. ഉണ്ട്, എന്നാലും റേറ്റ് ഒക്കെ കൂടുതൽ. പക്ഷെ പോർക്ക് ഭയങ്കരമായിട്ട് ഇവർ കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണ്. ശരിക്കും ഫുള്ള് പോർക്ക് ചിക്കൻ ഒക്കെയാണെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് ഭയങ്കര തിരക്കാണ്. അതിൽ അകത്തൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ബാക്കിൽ കൂടെയാണ് പോകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് വെറൈറ്റി സാധനമൊക്കെ ഉണ്ടോ? തവളയാണ് കേട്ടോ, തവള. ഇവിടെ കോമൺ ആയിട്ട് കഴിക്കുന്ന സാധനമാണ് കേട്ടോ. അതാരും ഇവിടെ എന്താ പറയുക, തവളയൊക്കെ നമുക്ക് എല്ലായിടത്തും എല്ലാ മാർക്കറ്റിൽ നിന്നാലും കിട്ടും. ഇവരുടെ കോമൺ ഫുഡ് ഐറ്റമാണ് തവള. ഇതെന്ത് ഇറച്ചി ഉണങ്ങാനിട്ട് കാണും. പന്നിയുടെ കാല്
കട്ട് ചെയ്തിട്ടേക്കുന്നത്. പല ടൈപ്പ് മസാല കേട്ടത്, ഇവരുടെ ഓരോ ടൈപ്പ് ഫുഡിന് വേണ്ടിയിട്ടുള്ള മസാല സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. നമ്മുടെ സിലോപ്പിയാന്ന് തോന്നുന്നല്ലോ. എല്ലാം ജീവനുണ്ട് കേട്ടോ, ഫ്രഷ് മീനാണ്. എല്ലാം ജീവനുള്ള മീനാണ്, ഫ്രഷ് മീനാണ് എല്ലാം. ഇതെന്തത്? ഇതെന്താ തൊലിയോ? എനിക്കറിയില്ല കേട്ടോ, എന്താണോ എന്തോ. ഇവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഇവരൊന്നും നമുക്ക് തായ് ലാംഗ്വേജ് അറിയത്തില്ല, ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഏകദേശം പെട്ടുപോയ അവസ്ഥയായി. ഇത് കയറി അവസാനം ഇതിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോണം എന്നറിയില്ല. ഇവിടെ ഇങ്ങോട്ട് ഞങ്ങളിപ്പോൾ ഒരു 200 മീറ്റർ കൂടുതൽ നടന്നു. ഫുള്ള് ഇറച്ചി മാത്രം, ചിക്കൻ, പോർക്ക്, പിന്നെ മീൻ ഒക്കെ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ നടന്ന പോർഷനിലും ഫുള്ളുള്ളത്. ഇതിൻ്റെ ഒന്നും ഇനി എങ്ങോട്ടാ പോകേണ്ടതൊരു ഐഡിയ ഇല്ല. അതിൽ ഇവിടെ ഒന്നും കപ്പ ആണല്ലോ, കപ്പ സെപ്പറേറ്റ് ആയിരിക്കും, വേറെ സെക്ഷൻ, ഓരോരുത്തരും ഓരോ സെക്ഷൻ ആയിട്ടാണ് തോന്നുന്നു ഇവിടെ. ഇതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ ഇനി ചാടി പോകുന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഞങ്ങൾ കണ്ടില്ല. നടക്കോ? ഇതെല്ലാം നടക്കുവോ? നോക്കി എന്തായി കിടക്കണേ നോക്കി. ഇത് നമ്മുടെ അയലല്ലേ ഇത്? 120 ബാട്ട് കേട്ടോ അയല. 120 ബാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 300 രൂപ വരും അയലക്ക്. പിന്നെ ഇതൊക്കെ നാട്ടിലെ കണ്ടിട്ടുള്ള ടൈപ്പ് മീനാണെന്ന് തോന്നുന്നു. പേരൊന്നും അതെ, നമ്മുടെ കിളിമീൻ, കിളിയാണോ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പല്ലി എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് മീൻ. 100 ബാട്ട്. ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ സ്ഥലത്തെത്തും, ഓരോ പോയിന്റ് എത്തും, അവിടുന്ന് വീണ്ടും കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഒരു ഐഡിയ ഇല്ല ഇത് എവിടെ ചെന്ന് നിൽക്കും, എങ്ങനെ തീരുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. അതിൻ്റെ അകത്തൂടെ ആണെങ്കിൽ ബൈക്കും സ്കൂട്ടറും എല്ലാം വരുന്നുണ്ട്. ഇതില് പോയാൽ ഇവിടെ ഒന്നും കാണുന്നില്ല. അതിൽ കയറി പോയി നോക്കാം. ഇവിടെ എനിക്ക് ഷോപ്പൊന്നും ഇല്ല. സാധനങ്ങൾ കാണാൻ നടക്കുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവും. അത് ശരിയാട്ടോ. ഓ, ഇവിടെ എനിക്ക് തോന്നുന്നു മെയിൻ കട്ടിങ് ഒക്കെ ഇവിടെ ആയിട്ട് നടക്കുന്നത്. ഓ, പന്നി പോർക്ക് കട്ടിങ് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ അകത്തേക്ക് കയറി കേട്ടോ. ഇവിടെ ഷോപ്പായിട്ടല്ല, എനിക്കാണ് ഇവിടെ ഇവരുടെ കട്ടിങ് എല്ലാം നടക്കുന്ന സ്ഥലമാണ് തോന്നുന്നത്.
ഇവിടെ ആൾക്കാരൊന്നും അധികം കാണുന്നില്ല ഇതിൻ്റെ അകത്ത്. അത് ഇതെല്ലാം ക്ലോസ്ഡ് ആയതാണ്. ഇത് ഓൾറെഡി വൈകുന്നേരം ആയതുകൊണ്ട് ഷോപ്പൊക്കെ ക്ലോസ് ആയത്, കാരണം എല്ലാം മൂടി മൂടി ഇട്ടേക്കുവാണ്. രാവിലെ തുറക്കുന്ന ഷോപ്പുകളായിരിക്കും, അതെല്ലാം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അവര് ക്ലോസ് ചെയ്ത് പോയി. കാരണം ഇവിടെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഞങ്ങളതിൽ ഷോർട്ട് കട്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറുക. ഇവിടെ നടന്നു പോകുന്നുണ്ട് കഴിഞ്ഞാൽ ഏതാണ്ടോ നേരത്തെ ഒത്തിരി വന്ന് പരിചയമുണ്ട്, ഇപ്പൊ കാണിച്ചില്ലെന്നും പറഞ്ഞ് പോണവരായിട്ടാ പോകുന്നേ. നീ എങ്ങോട്ടാ പോണേ? കപ്പ എവിടെയാന്നറിയാവോ? പോണുണ്ട് കഴിഞ്ഞാൽ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞാണല്ലോ പോണേ. വേസ്റ്റ് എടുക്കണ വണ്ടിയൊക്കെ വന്നേക്കും ഇതിലൊക്കെ. ഇതിനാണ് ഒരു ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് ഇതിന്റെ അകത്ത് എല്ലാം ഷോപ്പ് ഉണ്ടായിരുന്നു, അതെല്ലാം അവർ ക്ലോസ് ചെയ്തതാ. ഇതിനകത്ത് അകത്തൂടെ എങ്ങനെയാണ് അത്ര വലിയ വണ്ടി കൊണ്ടുവരുന്നത്? വേസ്റ്റ് കൊണ്ടുപോകണ വണ്ടി കേട്ടോ അത് കാണിച്ചത്. ഇവിടെ അതിന്റെ ഇടയ്ക്ക് സ്ട്രീറ്റ് ഫുഡും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നാഷണൽ ആണെന്ന് വരും തോന്നുന്നു, കാരണം എല്ലാവരും പെട്ടെന്ന് കറക്റ്റ് 6 മണിയായി ടൈം ഇപ്പം. അപ്പോൾ എല്ലാവരും അത് പ്ലേ ചെയ്തപ്പോഴേക്കും എല്ലാവരും സ്റ്റില്ലായി. നമ്മൾ നാഷണൽ ആണെന്ന് കേൾക്കാൻ നിൽക്കുന്നവർ തന്നെ എല്ലാവരും ഇവിടെ ഭയങ്കരമായിട്ട് അതിന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും. ഇവിടെയുണ്ട് തിയേറ്ററിൽ സ്റ്റാർട്ട് സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ നാഷണൽ ആന്തം പ്ലേ ചെയ്യും. ഇവരുടെ മെയിൻ ഫുഡ് കേട്ടോ. നമ്മുടെ പഴം, ചെറുപഴം പോലത്തെ പഴം ഇങ്ങനെ ചുട്ടെടുത്തിട്ട് വയ്ക്കും. നമ്മുടെ മധുരക്കിഴങ്ങ് എല്ലാവരും ഒരു ഗ്രില്ല് ചെയ്തിട്ട് ഇവർ കഴിക്കും. മുട്ട ഞങ്ങളിങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പ എവിടുന്ന് കിട്ടും എന്നുള്ള ഒരു സെർച്ചിങ്ങിലാണ്. വേണോ? മേടിച്ചോ. 5 എന്ന് പറഞ്ഞാൽ എത്ര? ഒരെണ്ണത്തിനുള്ള റേറ്റ് ആണോ? 5-6 മാരിയിട്. എടുത്തോ. ഇത് നമ്മുടെ മറ്റേ ഈ സാധനം ഇത് കണ്ടോ? ഇത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ഗ്യാസ് പോലെ വരുന്ന ടൈപ്പ്. ഈ സാധനം കഴിക്കുമ്പോൾ ചെറിയൊരു നമുക്ക് ആ ഒരു മിന്റിന്റെ ഫീൽ കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഐറ്റമാണ്. ഇവർ ഈ നാട്ടിലുള്ള പുല്ല് മുഴുവൻ ഇവിടെ വെക്കാൻ വെക്കും കേട്ടോ. ഇവരുടെ ഈ സൂപ്പിലും അതിലെല്ലാം ഇവർ ഒത്തിരി ഇങ്ങനെ ഈ ഇല സാധനങ്ങളിടും. ഭയങ്കരമായിട്ട് ഇവരത് കഴിക്കുകയും ചെയ്യും കേട്ടോ. തുളസിയുടെ മെയിനാണ്. ബേസിൽ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചിക്കനും പോർക്കും എല്ലാത്തിനും കൂടെ ഇവര് തുളസി ഇട്ടിട്ടുണ്ടോ. ഇത് ചുമ്മാ ഈ പള്ളയിലൊക്കെ കേൾക്കുന്ന പുല്ല് പറിച്ചുകൊണ്ട് വെച്ചിട്ട് 5 ബാട്ട്. ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ കപ്പ കിട്ടിയിട്ടില്ല. കപ്പ ഇനി എവിടെ നിന്ന് കിട്ടുമോ? കപ്പ കിട്ടുമോ നമുക്ക്? ഇപ്പൊ ശരിയാക്കി തരാം, കപ്പ ഇപ്പൊ കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞ ഒരാൾ പോകുന്നുണ്ട്. നോക്കാൻ കിട്ടുമില്ല. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോദിച്ചപ്പോ അവിടെ ഒരു പോയിന്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് നോക്കി പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പൊ അങ്ങനെ ഒടുവിൽ നമ്മൾ കപ്പ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഫൈനലി ഞങ്ങള് ഇതേ ഒരാളുടെ കപ്പയും പിടിച്ചോണ്ട് നിൽക്കണു.
ഇതൊരു എന്താ പറയണ, ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. മത്തങ്ങ, മധുരക്കിഴങ്ങ്, ചേമ്പ്, ചോളം, തേങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള സ്ഥലം കേട്ടോ. നമുക്ക് അവസാനം ഏതായാലും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല മുഴുപ്പുള്ള സാധനം കേട്ടോ. കണ്ടിട്ട് നമ്മുടെ കപ്പയൊക്കെ പോലെ തന്നെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഇത് ചെറുതും ഉണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഐറ്റംസ്. എന്തോരം വേണം? ഇത് മറ്റേ ഇത് വാഴത്തണ്ട്. വാഴത്തണ്ടല്ലോ എന്താ പറയുക? അതെ അതെ. നമുക്ക് കപ്പ ഒടുവിൽ നമ്മുടെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. നമുക്ക് കപ്പ കിട്ടി. 3.5 കിലോ വേണ്ടല്ലോ. വേണ്ട, കുറച്ച് അവർക്കൂടെ കൊടുക്കാൻ. കിലോ 30 ബാട്ടാണ് കേട്ടോ കപ്പയ്ക്ക്. 30 ബാട്ട് എന്ന് പറയുമ്പം 85 രൂപ കിലോയ്ക്ക് വില വരുന്നുണ്ട്. 3 കിലോ. അപ്പൊ നമ്മുടെ ദൗത്യം ഇന്ന് സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ വന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കപ്പ വെച്ചിട്ട് എന്താ, കപ്പ മീൻകറിയാണോ? നമ്മൾ ഇറച്ചി മീനൊന്നും വാങ്ങിയിട്ടില്ല, കാരണം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നില്ല, അടുത്ത ദിവസം ഉണ്ടാകുന്നുള്ളൂ. ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ എന്താ വെച്ചാൽ മേടിക്കാൻ കരുതിയിട്ടാണ്. അതായത് നമ്മുടെ ദൗത്യം സക്സസ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. ഇപ്പൊ ചെറിയ വീഡിയോ ആണ് ഞങ്ങളപ്പോൾ ഇതുപോലത്തെ ഇനിയും വെറൈറ്റി അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരും. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.